ഒടുവിൽ ലോകം ഭയന്നതും പ്രതീക്ഷിച്ചതും സംഭവിക്കുന്നു. ഇറാന്റെ അറ്റകൈ പ്രയോഗം ഇറാൻ നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഹോർമസ് കടലിടുക്കിന് ഇറാൻ തീയിട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഹോർമസ് കടലിടുക്കിന് ഇറാൻ തീയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഹോർമസ് കടലിടുക്ക് വഴിയാണ് നമ്മുടെ രാജ്യത്തെയും മറ്റ് രാജ്യങ്ങളുടെയും ഭൂരിഭാഗം വ്യാപാരങ്ങളും ട്രേഡും നടക്കുന്നത്, എണ്ണ വ്യാപാരം എല്ലാം നടക്കുന്നത്. അതായത് ലോകത്തിന്റെ 80% എണ്ണ വ്യാപാരം, ഇന്ത്യയിലേക്കുള്ള എണ്ണ വ്യാപാരങ്ങൾ, ഇതെല്ലാം ഈ ഹോർമസ് കടലിടുക്ക് വഴിയാണ് പ്രധാനമായും നടക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോക രാജ്യങ്ങളെ തന്നെ സമ്പൂർണ്ണമായി പിടിച്ചു കുലുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ അവിടെ എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലായിരുന്നു. ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഖോർ ഫക്കാൻ തീരത്ത് നിന്ന് 22 നോട്ടിക്കൽ മൈൽ അകലെ ഒമാൻ ഉൾക്കടലിൽ ചൊവ്വാഴ്ച ഒരു കപ്പലിൽ തീപിടുത്തമുണ്ടായതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രാദേശിക സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് സംഭവം നടന്നതെന്ന് ഉപഗ്രഹ ഡാറ്റയും സമുദ്ര സ്രോതസ്സുകളും സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. UK ആസ്ഥാനമായുള്ള സമുദ്ര അപകട സാധ്യതാ മാനേജ്മെന്റ് കമ്പനിയായിട്ടുള്ള ആംബ്രി ഈ പ്രദേശത്ത് ഒരു കപ്പലുമായി ബന്ധപ്പെട്ട് ഒരു സംഭവം നടന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒമാൻ ഉൾക്കടലിനോട് ചേർന്നുള്ള UAE സമുദ്രാതിർത്തിയിലെ ഫോർ ഫഖാൻ എന്ന സ്ഥലത്തിനടുത്ത് കപ്പൽ സ്ഥിതി ചെയ്യുന്നതെന്ന് കമ്പനി അറിയിച്ചു. ഇത് സെൻസിറ്റീവ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ആംബ്രി കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലെങ്കിലും ഈ മേഖലയിൽ കുറഞ്ഞത് ഒരു കപ്പലെങ്കിലും കത്തുന്നുണ്ടെന്നാണ് അവരുടെ ഓൺലൈൻ മീഡിയ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നാസയുടെ FIRMS ഫയർ ഇൻഫർമേഷൻ ഫോർ റിസോർട്സ് മാനേജ്മെന്റ് സിസ്റ്റം ഒമാൻ ഉൾക്കടലിൽ സ്ഥലത്ത് ഒരേ സ്ഥലത്ത് 3 സജീവ അഗ്നിശമന സേനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള എണ്ണ ഷിപ്പിംഗ് റൂട്ടുകളിൽ ഒന്നായി ഈ പ്രത്യേക മേഖല കണക്കാക്കപ്പെടുന്നു. ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും ഇതുവഴിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് പ്രധാന കാര്യം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കണ്ടെത്തിയ ഉപഗ്രഹ താപ സിഗ്നേച്ചറുകൾ മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇത് തീപിടുത്തത്തിന്റെ സൂചനയാണ് നൽകുന്നത് എന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. കടലിന്റെ ഉപരിതലത്തിൽ വലിയ തീപിടുത്തങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാനിയൻ തീരത്ത് സമീപം കപ്പലുകളോ ടാങ്കറുകളോ കത്തുന്നതായി ചിത്രങ്ങൾ കാണിക്കുന്നുവെന്ന് ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഇപ്പോൾ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടോ അബദ്ധത്തിൽ തീപിടിച്ചോ എന്നതിനെക്കുറിച്ച് ഇറാൻ അധികൃതരിൽ നിന്നോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്നോ ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ മേഖലയിലെ സംഘർഷം ഉയർന്ന നിലയിൽ തുടരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂലം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഒമാൻ ഉൾക്കടലിനോട് ചേർന്നുള്ള ഹോർമസ് കടലിടുക്കിൽ മുമ്പ് സൈനിക വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടുന്ന ഏറ്റുമുട്ടലുകളും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.